അൻവറിന്റെ ആരോപണങ്ങളെ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വി അൻവറിനെ നേരത്തെ സംശയമുണ്ടായിരുന്നു. LDFന്റെ ശത്രുക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഇന്നലെ പറയുന്നത് കേട്ടു. ഉദ്ദേശം വ്യക്തമാണെന്നും ആരോപണങ്ങളിൽ പിന്നീട് പ്രതികരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് ശേഷം വീണ്ടും മലപ്പുറത്ത് മാധ്യമങ്ങളെ കണ്ട് വി അൻവർ MLA. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയ അൻവർ തന്നെ എന്തിനാണ് വഞ്ചിച്ചതെന്നും ചോദിച്ചു. പ്രത്യാഘാതം ഭയക്കുന്നില്ല. തന്റെ പാർക്കിന്റെ ഫയലടക്കം മുഖ്യമന്ത്രിയുടെ മുന്നിലാണ്. അതെല്ലാം നിൽക്കുമ്പോഴാണ് താൻ സത്യം പറയുന്നത്. തനിക്ക് സർക്കാരിന്റെ ഒരു ആനുകൂല്യവും കിട്ടിയിട്ടില്ലെന്നും അൻവർ പറഞ്ഞു. ഇടതുപക്ഷ MLA വി അൻവറിനെ തള്ളി LDF. അൻവർ പാർട്ടിക്കെതിരെ കടന്നാക്രമണം നടത്തിയത് ഏതോ കേന്ദ്രങ്ങളിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ആരോപണങ്ങളിൽ MLA മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പരിശോധന നടക്കുകയാണെന്നും അതിനിടെ പരസ്യ പ്രസ്താവന നടത്തിയത് ഉചിതമല്ലെന്നുമാണ് TP രാമകൃഷ്ണൻ പറഞ്ഞത്. വി അൻവറിനെതിരെ വിമർശനവുമായി മന്ത്രി സജി ചെറിയാൻ. ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഒറ്റുകാരൻ ജോലിയാണ് അൻവർ ചെയ്യുന്നത്. അൻവർ പണിയെടുക്കുന്നത് വർഗശത്രുക്കൾക്ക് വേണ്ടിയാണ്. വലതുപക്ഷത്തിന്റെ അച്ചാരം വാങ്ങി പിണറായി വിജയനെ അധിക്ഷേപിച്ചു കളയാമെന്ന് കരുതിയാൽ ആ പരിപ്പ് ഇവിടെ വേവില്ലെന്നും സജി ചെറിയാൻ പ്രതികരിച്ചു. ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുന്റെ മൃതദേഹത്തിന്റെ DNA ഫലം ലഭിച്ചാലുടൻ നാട്ടിലെത്തിക്കും. ഇന്ന് ഉച്ചയോടെ തന്നെ DNA ഫലം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം തന്നെ DNA സാമ്പിളുകൾ ശേഖരിച്ച് മാംഗ്ലൂരുവിലെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബിലേക്ക് അയച്ചിരുന്നു. ഫലം എത്തിയാൽ ഉടൻ മൃതദേഹം വഹിച്ച് കോഴിക്കോട്ടേക്ക് തിരിക്കാനുള്ള നടപടികൾ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം പൂർത്തിയാക്കിയിട്ടുണ്ട്. നിലവിൽ മൃതദേഹം കാർവാർ കിംസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കലവൂർ സുഭദ്ര കൊലക്കേസിൽ നിർണായക വിവരങ്ങൾ പോലീസിന്. കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി മൃതദേഹത്തിൽ 20 കിലോഗ്രാം പഞ്ചസാര വിതറിയതായി പോലീസ് അറിയിച്ചു. പഞ്ചസാര വിതറിയാൽ മൃതദേഹം ഉറുമ്പരിച്ചു പോകുമെന്ന ആശയം സിനിമ കണ്ട് ലഭിച്ചതാണെന്നും പ്രതി മാത്യൂസ് പോലീസിനോട് പറഞ്ഞു. യൂട്യൂബിൽ കണ്ട ഒരു മലയാള സിനിമയിലാണ് ഇങ്ങനെ കണ്ടതെന്നും മാത്യൂസ് പറഞ്ഞു. സംസ്ഥാനത്ത് ശനിയാഴ്ച മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നാളെ മുതൽ തിങ്കളാഴ്ച വരെ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെയും, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും യെല്ലോ അലർട്ട് നിലനിൽക്കും. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളി 4 ദിവസമായിട്ടും നടൻ സിദ്ദിഖിനെ കണ്ടെത്താനാവാതെ പോലീസ്. ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും വിഫലമായി. നടന്റെയും സുഹൃത്തുക്കളുടെയും വീടുകൾ പോലീസ് നിരീക്ഷണത്തിലാണ്. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിനെതിരെ ഹർജി സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിച്ചേക്കും. ഹർജി കഴിഞ്ഞ ദിവസം കോടതി രജിസ്റ്റർ ചെയ്തിരുന്നു. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിലെ കേരള ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. എന്നാൽ വിഷയത്തിൽ MV ഗോവിന്ദൻ പ്രതികരിക്കാൻ തയ്യാറായില്ല. അൻവർ വിവാദത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ക്ഷുഭിതനായാണ് MV ഗോവിന്ദൻ പ്രതികരിച്ചത്. മലയാളത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇക്കാര്യത്തിൽ ഉച്ചയ്ക്ക് പ്രതികരിക്കാമെന്ന്. വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് വിളിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇന്ത്യ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിന് ഇന്ന് കാൺപൂരിലെ ഗ്രീൻ പാർക്ക് സ്റ്റേഡിയത്തിൽ തുടക്കമാകും. ബംഗ്ലാദേശിനെതിരെ കാൺപൂരിൽ ഇറങ്ങുമ്പോൾ ആത്മവിശ്വാസത്തിന്റെ പരകോടിയിലാണ് രോഹിത് ശർമ്മയും സംഘവും. 2ാം ടെസ്റ്റിലും വിജയം ആവർത്തിച്ച് പരമ്പര തൂത്തുവരാനാണ് ഇന്ത്യ കാൺപൂരിൽ ഇറങ്ങുന്നത്. മറുവശത്ത് അട്ടിമറി വിജയത്തോടെ ആതിഥേയരെ തകർത്ത് പരമ്പരയിൽ തിരിച്ചുവരണമെന്ന ലക്ഷ്യവുമായാണ് ബംഗ്ലാദേശ് 2ാം പോരിന് ഇറങ്ങുക.